ഹലോ ഹലോ ആ ഇന്നലെ എന്താ ഫോൺ എടുക്കാഞ്ഞേ? എന്ത് നാടി എപ്പോഴും ഫോൺ മേടിക്കാൻ കയ്യിൽ പൈസ ഉണ്ടോ? അതല്ലെന്ന് ഇന്നലെ ഞാൻ വിളിച്ചപ്പോ എന്താ നിങ്ങൾ ഫോൺ എടുക്കാഞ്ഞേ? ആ ഫോൺ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഫോൺ എവിടെ പോയി? അതങ്ങനെ എടുക്കല്ലേ. എടുക്കലെന്നോ? അപ്പൊ അതല്ല, അങ്ങനെ ഫോൺ എടുക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായില്ല, അപ്പൊ ഫോൺ എടുക്കാൻ പറ്റില്ല പറഞ്ഞത്. രാവിലെ കുളിച്ചോ നിങ്ങള്? രാവിലെ കുളിച്ചാർന്ന്. വല്ലതും കഴിച്ചോ? കഴിക്കാൻ വേണ്ടി ഒഴിച്ചു വെച്ചേക്കണ, നീ കുടിക്കണം. അതല്ല, ചായ ഒഴിച്ചു വെച്ചേക്കണ, അത് കുടിക്കണം എന്ന് പറഞ്ഞാണ്. വീടൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ടോ? പിന്നെ നീ പോയതിനു ശേഷം വീടൊക്കെ ഞാൻ വൃത്തിയായിട്ടാ സൂക്ഷിക്കണത്. അതങ്ങനെ വാരല്ലേ. അതല്ല, ഇങ്ങനെ വേസ്റ്റ് ഒക്കെ വിട്ടിരിക്കല്ല, അപ്പൊ അത് വാരി കളയണല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ വിളിച്ചത് എന്റെ അനിയൻ സഞ്ജയ് ഇല്ലേ? അത് കോഴിയല്ലേ? കോഴിയാണോ? അങ്ങനല്ല, വീടിന്റെ അകത്തൂടെ ഒരു കോഴി പോണ്ടേ, ഇനി അതിന്റെ കണ്ണി വന്നാൽ ഞാൻ കറി വെച്ചെന്ന് പറഞ്ഞാണ്. എന്താ നീ വിളിച്ച പറ. വിളിച്ചത് എന്താ? നിങ്ങൾക്ക് ഒരു പരിങ്ങൽ എന്താ? എന്താ ഒരു പരിങ്ങൽ എന്താ? നിങ്ങൾ ആരോടെ വർത്താനം പറയുന്നേ? നീ ഫോൺ വിളിച്ചോ, ഞാൻ തടിക്കട്ടെ. നിങ്ങൾ ആരോടെ വർത്താനം പറയുന്നേ? ഞാൻ കേട്ടല്ലോ. ഇത് വർത്താനല്ലോ, വാർത്തന് ടിവിയിൽ വാർത്ത വെച്ചിട്ടേ. ഓ, വാർത്ത വെച്ചതാ? എന്നാ ഞാനോടെ കേക്കട്ടെ. എന്ത് വാർത്ത? വാർത്തേ കേക്കണം. എടാ അവൾക്ക് വാർത്ത കേൾക്കണം എന്തിനൊന്ന് പറഞ്ഞടാ. നീ എന്തെങ്കിലും വാർത്ത പറ. എടാ അങ്ങനല്ലെന്ന്. എടാ നിനക്ക് തടിക്കണ അവള് വാർത്ത കേട്ട് കഴിഞ്ഞാൽ ഫോൺ വെച്ചിട്ട് പോകും, എന്തെങ്കിലും പറയടാ നീ. എടാ എനിക്ക് വാർത്ത പറയാൻ അറിയാൻ പാടില്ല. ഹലോ ഹലോ. ഭർത്താവും ഭാര്യയും കൂടി മഹാവഴക്ക്. ഭാര്യ ഭർത്താവിനെ വാക്കത്തിക്ക് വെട്ടിക്കൊന്ന് നാട്ടുകാരെ ഓടി വരണേ. ഒരു മിനിറ്റ്, നീ ഇതിനു മുമ്പ് ടിവിയിൽ വാർത്ത കണ്ടിട്ടില്ല? ഞാൻ ഈ ലോക്കൽ വാർത്ത കേട്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എടി പഞ്ചാരക്കല്ലി, നീ ഇപ്പൊ കേട്ടണ്ടല്ലോ ലോക്കൽ ചാനലിലെ വാർത്തയാണ്. ഞാൻ നിങ്ങളോട് എത്ര ആണ് പറഞ്ഞിട്ടുണ്ട് ലോക്കൽ ചാനൽ കാണല്? ഇംഗ്ലീഷ് ചാനൽ വെക്കണം. ഇംഗ്ലീഷാ? ഇംഗ്ലീഷ് ചാനൽ വെച്ചേ. ഇംഗ്ലീഷ് വെക്കാനാ? എടാ നിനക്ക് ഇംഗ്ലീഷ് അറിയാവാ? നോ നോന്ന്, അത് രണ്ട് വാക്ക് എനിക്കറിയാവുള്ളൂ. എടാ നീ ഇപ്പൊ എങ്ങനെയെങ്കിലും ഇംഗ്ലീഷ് ഒന്ന് പറ. എടാ ഞാനിത് എങ്ങനെയെങ്കിലും ഇപ്പൊ സ്പോർട്സ് ന്യൂസ്, ഇപ്പൊ വേൾഡ് കപ്പിന്റെ സമയമുള്ള അതാണ്. നീ വിളിച്ചത് കാര്യം പറ മോളെ. നിങ്ങൾക്ക് നല്ല പരങ്ങളുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഒറ്റ കൂട്ടുകാരെ വീട്ടിൽ കയറ്റി പോകരുത്. വീട്ടിൽ കയറ്റൂല, പ്രത്യേകിച്ച് ആ പൂച്ച സാബു. എടി നീ പറഞ്ഞതിന് ശേഷം ഒറിജിനൽ പൂച്ച പോലും നമ്മുടെ വീട്ടിൽ വരാറില്ലല്ലോ. ആ പൂച്ച സാബുവാണ് നിങ്ങളെ കൊണ്ട് നടന്ന് നശിപ്പിക്കുന്നത്. എടി അവന്റെ പേര് പൂച്ച സാബു എന്നാണ്, അല്ലാണ്ട് ബാലനിക്കാനായിരുന്നല്ല എന്നെ നശിപ്പിക്കാനായിട്ട്. നിങ്ങൾക്ക് ഇപ്രാവശ്യം പൈസ വേണ്ടേ? അതെന്താടി അങ്ങനെ? അല്ല ഇമാതിരി ചളി പറഞ്ഞാൽ കിട്ടുമോ? അലക്കാരെ മൂട്. ഞാൻ വെച്ചോട്ടെ. എന്താണ്? എന്താ ഞാൻ എന്ത് ദ്രോഹമാണ് അവളോട് ചെയ്യണത്? എന്താ? അവൾ എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇതുവരെ അനുസരിച്ചിട്ടുണ്ടാ? കറക്റ്റ് കാര്യം. നീ മഹാദ്രോഹമാണ് അവളോട് കാണിക്കണം. അവള് പറയുന്ന കാര്യം കറക്റ്റായിട്ട് ചെയ്യണം. എന്തെങ്കിലും ചെയ്യണം ഞാൻ. പിന്നെ ഇറങ്ങണ നീ ഇവിടുന്ന്. അവൾക്ക് ഇന്ന ഇഷ്ടമല്ല, നീ ഇവിടെ വരണ അവൾക്ക് ഇഷ്ടമല്ല, ഇറങ്ങണ നീ ഇവിടുന്ന്. അത് നീ എന്നോട് കാണിക്കുന്ന ദ്രോഹം. എന്ത് കഷ്ടം. അങ്ങനെ വേണ്ട. നിനക്കറിയാലോ എന്താണ്? അവൾ ഈ മരുഭൂമി കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടല്ലോ, എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ്. അവിടെ എന്താ മണല് പണിയാണ്? അവിടെ മണല് പണിയാ. നല്ല ഒന്നാം തരം ആട് കമ്പനിയിലുണ്ടാ ഹെയർ ഡ്രസ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അവള്. എന്നിട്ടാണോടാ ഈ പന്നപ്പാട്ടൊക്കെ പാടണത്? പന്നപ്പാട്ടാ? പിന്നെ വലിയ പരസ്യ കമ്പനി ജോലി കിട്ടിയിട്ട് നിന്റെ പരസ്യ കമ്പനി അല്ല, പിന്നെ അവിടെ ചെമ്മരിയാടിന്റെ പൂടെ ഡ്രിമ്മർ വെച്ചിട്ട് എടുക്കും. എന്ത് കിട്ടും? ചെമ്മരിയാടിന്റെ പൂടെ കിട്ടും. അപ്പൊ പൈസ ഒന്നും കിട്ടിയല്ല. എടാ ഇതല്ല അപ്പൊ പ്രശ്നം എന്ന് പറയുമ്പോ, ഇവള് ഫോൺ വിളിച്ച് വെച്ചതിന് ശേഷമല്ല എനിക്കിപ്പോ അവളെ കാണാൻ വേണ്ടി തോന്നുന്നു. ഞാൻ മിസ് ചെയ്യുന്ന അവളെ. ഞാൻ മിസ് ചെയ്യണമെങ്കിൽ ഇതെന്നാ ഓക്കെ ഇല്ലേ? അതല്ലെന്ന്. പിന്നെ എനിക്കിപ്പോ അവളെ എന്റെ കൺമുന്നിൽ കാണുന്ന എനിക്ക് അങ്ങനെ തോന്നുന്നു. എനിക്കിപ്പോ അവളെ നിന്റെ കൺമുന്നിൽ കാണണം, അത്രേ ഉള്ളൂ. എനിക്ക് അവളുടെ സാന്നിധ്യം കിട്ടിയ അവളുടെ സാന്നിധ്യം ഇവിടെ നിനക്ക് കിട്ടണം. നീ ഒന്ന് കണ്ണടച്ചാൽ മതി, നിനക്കൊരു സർപ്രൈസ് ആയിട്ട് ഞാൻ വരും. ആണോ? ഞാനാ പറയണത്, നിനക്ക് ഞാൻ കൊണ്ടുവരും. അവളെ നിങ്ങളെ കൊണ്ടുവന്ന് നിന്നെ മുന്നിൽ നിർത്തി തരും. ആണല്ലേ? മതി മതിയല്ല. അങ്ങനെ വിട്ടോ ശരി. നീ ഗൾഫിൽ കിടക്കുന്ന എന്റെ ഭാര്യനെ എങ്ങനെ സർപ്രൈസ്? ഹലോ ഹലോ, ഇവിടെ ആരും ഇല്ലേ? ഹലോ. എടാ സാബു, നീ പറഞ്ഞ പോലെ ചെയ്തോളത്തില്ലടാ. ചേട്ടാ ഇതൊന്ന് പിടിച്ചേ. ഇതൊക്കെ സമയം കാലത്തിനൊക്കെ വരണം. എന്താ ഇൻസ്റ്റാൾമെന്റ് ആളല്ലേ? അയ്യോ അല്ല, സൂക്ഷിച്ചു നോക്കിക്കേ. എന്റെ ഭാര്യയുടെ കറക്റ്റ് ഫിഗർ ആണ്ടാ. ഒരാളെ പോലെ 7 ആണെന്ന് പറഞ്ഞ ശരി, പക്ഷെ ഇതുപോലെ ഡിറ്റോ ഫിഗറിൽ എന്നൊക്കെ പറഞ്ഞ എന്റെ പൊന്നു മനുഷ്യ, ഞാൻ നിങ്ങളുടെ വൈഫ് പ്രിയാന്ന്. പിന്നെ എന്റെ ഭാര്യ ഗൾഫിൽ നിന്ന് പിന്നെ വിളിച്ചു വെച്ചോളൂ. അത് നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടി ഞാൻ ജംഗ്ഷനിൽ നിന്ന് വിളിച്ചല്ലോ. സർപ്രൈസ്. അതൊരു സന്തോഷം ഇല്ലാത്ത എന്താ? അയ്യോ ഓ, ടൈമിംഗ് തെറ്റിയെങ്കിലും എനിക്ക് ഇതായിരുന്നു വേണ്ടത്. ആരാ ഇവള്? മിണ്ടരുത്. അപ്പുറത്തെ മൃദുല പറഞ്ഞിട്ട് പോലും ഞാൻ വിശ്വസിച്ചില്ല. സത്യം പറഞ്ഞ ആരാ ഇവള്? നിനക്ക് എന്താടാ? എന്താണ് നീ എന്ത് കാണിച്ചോണ്ടിരിക്കുന്നത്? നീയല്ലേ പറഞ്ഞത് നിന്റെ ഭാര്യയുടെ സാന്നിധ്യം? എന്തോ ഇത്? ആരാ ഇതെന്നാ ചോദിച്ചത്? പൂച്ച. ഓഹോ, ഒരു പൂച്ചയെ കണ്ടാ മനസ്സിലാക്കാനുള്ള പ്രായം എനിക്കായി. ചുമ്മാ എന്നോട് കള്ളത്തരം പറയരുത് കേട്ടോ. പൂച്ച സാബു, ഇങ്ങോട്ട് വന്നേ. ഞാൻ എന്തിനാ എന്റെ നൈറ്റ് എടുത്തിട്ടേക്കുന്നത്? കൊള്ളാലേ? കൊള്ളാലേന്ന്. നല്ലതാണോ? എന്റെ ഭാര്യക്ക് കൊടുക്കായിരുന്നു. അങ്ങനെയല്ല പറയേണ്ടത്.
ആർപ്പോ അങ്ങനെ അടിക്കണം, അന്നെങ്കിലും സാധനം കയറും. നല്ല പറഞ്ഞത് എന്റെ നൈറ്റി ഊറോ 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 പറഞ്ഞത്. എന്ത് കഷ്ടോടാ ഇത്. നീ എന്തിനാണ് അവിടെ ലെഗിൻസ് ഇട്ടിട്ടേക്കണത്? മര്യാദക്ക് ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണം. ഇറങ്ങി പോവാൻ. ചേച്ചി ഒരു കാര്യം ചേച്ചി ചേച്ചി നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഇല്ലാത്തന്റെ ഒരു കുറവ് ഞാൻ ഇവിടെ വരുത്തിയിട്ടില്ല, അറിയാവാ? എല്ലാ കാര്യം ഞാൻ ചെയ്തു കൊടുക്കണം. എന്നിട്ട് പറഞ്ഞ ഞാൻ ഇറങ്ങി പോകാനായിട്ട്. ഒരു ഭാര്യയായ ഞാനിത് കേൾക്കണം. ചുമ്മാതല്ല നിങ്ങൾക്ക് എന്നോട് അകൽച്ച. അകൽച്ചോണ്ട് നീ അകന്ന് പോണത്. അതുപോലെ തന്നെയാണ് എന്റെ അടുത്തും അകൽച്ചയുള്ളത്, അറിയാവോ? എന്റെ അടുത്ത് ഈ അകൽച്ച കാണിക്കാറുണ്ട്. എടാ നീ എന്താ കാണിക്കുന്നതാ? നിന്റെ ഭാര്യയില്ലാത്ത വല്ല കുറവും ഞാൻ വരുത്തിയിട്ടുണ്ട്. എന്നിട്ട് നീ ഇപ്പൊ പിന്നെ എന്താ പറയണത് എന്റെ അടുത്ത്? എടോ ഇയാള് സങ്കടപ്പെടാതെ. ഭർത്താക്കന്മാരെ പാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇയാൾ അതിന് വിഷമിക്കേണ്ട കാര്യമില്ല. അന്ന് പറഞ്ഞ അവന് മനസ്സിലാക്കി കൊടുക്കും. ചേടാ ഇതിപ്പോ രണ്ട് കെട്ടിയ അവസ്ഥയായി പോയല്ലോ. ഇയാൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് എനിക്കിപ്പോ മനസ്സിലാക്കി തരണം. എടി അതല്ല, ഇവള് പറഞ്ഞ എന്താന്ന് വെച്ചാല്, എടി നീ ഇല്ലാ സമയത്ത് പാത്രം കഴുകാനും അലക്കാനും ഭക്ഷണം വെക്കാനും വരുന്ന പറഞ്ഞത്. അതാണോ? ഞാൻ വെറുതെ എന്തൊക്കെയോ കടന്നങ്ങ് ചിന്തിച്ചു. മറ്റേ കാര്യം പറഞ്ഞില്ല. നിങ്ങളെ ഞാൻ വിശ്വസിച്ചു പോയി. ഇനി അകന്ന് പോകണ ഈ മറ്റേ കാര്യം എന്താടാ? നീ ഇവരുടെ അയൽക്കൂട്ടത്തിൽ ഞാനാണ് കൃത്യമായിട്ട് പോയി അവിടെ പൈസ അടക്കണത്, അല്ലെ ഫൈൻ ആര് വെക്കും? അതാ ഞാൻ പറഞ്ഞു. അയ്യോ അതായിരുന്നു. ഞാൻ വെറുതെ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു. മറ്റേ കാര്യം പറഞ്ഞില്ല. നിങ്ങൾ തമ്മിൽ മറ്റേ കാര്യം മാത്രമേ ഉള്ളല്ലേ? നീ ഇതെന്താണ്? നീ എന്താ മറ്റേ കാര്യം എന്താ? നിനക്ക് ഞാൻ നീ വിളിക്കുമ്പോ ഞാൻ ലിക്കർ മേടിച്ചോണ്ട് വന്നില്ലേ? ഓഹോ, അപ്പൊ ഞാനറിയാതെ ഇവിടെ കള്ളുകൂടി ഉണ്ടല്ലേ? നീ ഇപ്പൊ അത് പറഞ്ഞൂടെ? നിക്കർ നിക്കർ എന്നാണ് പറഞ്ഞത്. നിക്കർ നിക്കർ അല്ല. അതെ, എനിക്ക് നിക്കറിലാണ്ട് പറ്റുമോ? നീ ദുബായിൽ എനിക്ക് നിക്കർ കൊണ്ടുവന്നാ? ഒന്ന് വൃത്തികെട്ട സംസാരം ഒന്ന് നിർത്താമോ? ആ നിക്കറിൽ ഇങ്ങനെയാണ് വൃത്തികേടാവണത്. ഇയാളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ? ഇല്ലേ? ഇറങ്ങി പോടി നീ ഇറങ്ങി പോവാൻ. ഓഹോ അങ്ങനാണോ? ആയിക്കോട്ടെ. കണ്ടാ എനിക്കവിടെ നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നിന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോ നീ പോയില്ലേ? നിനക്ക് അന്തസ്സുണ്ട്, ഇറങ്ങി പോടാ അവിടുന്ന്. ഞാൻ പോയല്ല. ഇവന് അന്തസ്സില്ല. ഞാൻ അന്തസ്സില്ലാത്ത കുടുംബത്തിലാണ് ജനിച്ചത്. ആ അന്തസ്സുകൾ ഞാൻ കാണിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകില്ല. വീട്ടിൽ ദാരിദ്ര്യം ഇല്ലെന്ന് പറയുന്നത് പോലെ നല്ല അന്തസ്സില്ലാത്ത കാര്യം പറഞ്ഞേടോ. അതൊരു കുറവാണോ? കുറവാണ്, എനിക്കറിയാം. അത് പറയാൻ അവൻ ഒരു കുറവുമില്ല. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താണ്? ഞാൻ എന്റെ ചേട്ടനെ വിളിച്ചത്. സ്ത്രീയെ ഒരാളെ വിളിക്കുമ്പോ ഇങ്ങനെ കാണിക്കണം, അല്ലാണ്ട് രണ്ടുപേരും ഇങ്ങോട്ട് വന്നു പറയുമ്പോ രണ്ടുപേരും വരും. എന്താ എന്താ ഇങ്ങനെ കൊടുക്കണം? ഒരു 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് വന്നേക്കാണത് മിസ്റ്റർ ഇന്ത്യയുടെ. അതല്ലെന്ന്. അതെ, ഇവള് ദുബായിൽ 6 വർഷമായിരുന്നു, ഇപ്പൊ വന്നേക്കാണ്. ഞങ്ങൾക്ക് തമ്മിലൊരു പ്രൈവസി വേണം, മനസ്സിലായാ? ഞങ്ങൾക്കല്ല നമുക്കെന്ന് പറയണം. നമുക്കല്ല ഞങ്ങൾക്ക്. ഒന്ന് വരാൻ പറ്റുമോ ഇല്ലയോ? അങ്ങനെ തിരിഞ്ഞാ ചേട്ടന്റെ മുഖത്ത് എന്തോ ഒരു നഖം കൊണ്ട പാട്. അത് പൂച്ചമാന്തിയാണ്. തനിക്ക് എന്തിന്റെ വിഷമാടോ? ഞാൻ എന്തിനാ എന്റെ ചേട്ടന്റെ മുഖത്ത് മാന്തിയത്? അയ്യോ, അത് ഒറിജിനൽ പൂച്ച മാന്തിയത്, അല്ലാണ്ട് ഞാൻ മാന്തിയതല്ല. അതുകൊള്ളാം. ഒന്ന് പറഞ്ഞു. എടാ ഞാൻ വൈകിട്ട് നിന്റെ വീട്ടിൽ വന്നു, നീ പോടാ. ഞാൻ പോയല്ലോ, എനിക്ക് ഈ പെട്ടി തുറന്ന് കാണണം, അതിൽ നിന്ന് കിട്ടാനുള്ള കിട്ടിയാൽ ഞാൻ പോവാം. പെട്ടി തുറന്ന നീ പോവോ? അതെ, അവനിപ്പോ പോവാന്ന് പറഞ്ഞ് നമുക്കേ പെട്ടി പൊട്ടിക്കാം. കെട്ടിപ്പിടിച്ചിട്ടല്ല, പെട്ടി പൊട്ടിക്കാന്ന്. നീ പോണ്ട, നീ പോണ്ട, നീ പോണ്ട. ഞങ്ങൾ കള്ളുടിക്കാൻ വേണ്ടി ആണോ? ഞാൻ നിങ്ങളുടെ താലി കെട്ടിയ ഭാര്യയല്ലേ? എന്നെ മുന്നിൽ നിർത്തിയിട്ട് വേണോ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ? എടാ സംഭവം പണി പാളിക്കിടക്കേട്ടാ. ഈ പുള്ളിക്കാർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെള്ളാട്ടി പിടിച്ച്. അതാണ് പുറത്ത് എന്നോടൊരു വാക്ക് പറഞ്ഞില്ലടി ഫോൺ വിളിക്കുമ്പോ. പക്ഷെ നാക്ക് കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായതാണ്. ഒരു കാര്യം ചെയ്യുന്നു, ഒരു ഗ്ലാസ് കൂടെ എടുക്കുന്നു, മൂന്നാക്കുന്നു, വട്ടടിക്കുന്നു നമ്മൾ. നിങ്ങൾ ഇനി മുതൽ ഈ ചീത്ത സാധനം പോട്ടാ. എന്താ പോട്ട? അത് പോയിക്കോട്ടെ, അത് പോയിക്കോട്ടെ. എന്താ ഈ ചീത്ത സാധനം കളഞ്ഞില്ലേ? അവളുടെ ബാഗില്ലേ സ്കോച്ച് വിസ്കി ഇരിപ്പുണ്ട്. സ്കോച്ച് വിസ്കി ഇരിപ്പുണ്ട്, ഞാൻ മേടിച്ചു തരൂലേ? എന്നാ അതെടുക്ക്. എടുക്ക്. എന്ത് സ്കോച്ച് വിസ്കി? പുതിയ പെർഫ്യൂമാ? മറ്റേ ബ്രാൻഡ് സ്കോച്ച് വിസ്കി എടുക്കാൻ. അതെന്താണെന്ന്? എടി മദ്യം. മദ്യം മിണ്ടി പോരുത്. മദ്യം ഇഷ്ടമല്ലാത്തോണ്ടാണ് ഞാൻ ഇതെടുത്ത് കളഞ്ഞത്. മദ്യം ഇല്ലപ്പേ? ഇല്ല, മദ്യം ഇല്ലടാ. വിധിയാരുമില്ലാതെ അവസാന യാത്ര. താനിത് എന്തോടാ കാണിക്കുന്നത്? ആകെ ഇച്ചിരി കിട്ടിയുള്ളൂ, അത് മൂക്കിലേക്ക് മണത്ത് കഴിഞ്ഞ് പെട്ടെന്ന് തലക്ക് കയറി പിടിക്കുമല്ലോ. അതൊന്നും കാണിക്കാണ്ട്. എടി 6 വർഷം പോയിട്ട് നീ ദുബായ് കഷ്ടപ്പെട്ടാ, എന്നിട്ട് ഈ പെട്ടിൽ ഒരു സാധനം കൊണ്ടാണ് നീ വന്നത്. അങ്ങനെ പറയണ്ട, എനിക്ക് ജീവിക്കാനുള്ള വകയായിട്ടാ ഞാനിവിടെ വന്നത്. അത് മതി, നമുക്ക് ജീവിക്കാനുള്ള വകയും കൊണ്ട് നീ വന്നല്ല. അല്ലാണ്ട് നമുക്ക് ജീവിക്കാനുള്ള കൊണ്ട് വരുള്ളൂ. എങ്ങനെ നമുക്ക് ജീവിക്കാനുള്ള, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള കാര്യമാണ് പറഞ്ഞത്. അല്ല എനിക്കും തരണ അതിന് നീ പറഞ്ഞു. ഞാൻ നോക്കട്ടെ, എന്താ നോക്കട്ടെ. എടുക്ക്. Kannan Devi Group presents West on Flowers Aka Ponnunakazha 2025.